തൊടുന്നതെല്ലാം സ്വർണ്ണമാക്കി മാറ്റുന്ന ഒരു അസുഖമുണ്ടായിരുന്നു ഈ ചങ്ങായിക്ക്. ജയിലിന്റെ ഉള്ളിലെ സ്പോർട്സിന്റെ അന്ന് ഒരു ഇരുമ്പ് പന്തിൽ ചവിട്ടി അത് സ്വർണ്ണമാക്കി മാറ്റി. ജയിലിന്റെ ഗേറ്റിലെത്തിയപ്പോൾ കാവൽക്കാരന്റെ തോക്ക് തൊട്ടതും അതും സ്വർണ്ണമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മുഴുവൻ ജയിലും അടിപിടിയായി. അവസാനം ആ സ്വർണ്ണ പന്ത് കൊണ്ട് ജയിലറെ മയക്കി താക്കോല് വശത്താക്കി. എന്നിട്ട് അവൻ അവന്റെ സഹോദരന്മാരുടെ ഒപ്പം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം പോയ ശേഷം ക്ഷീണിച്ചപ്പോൾ വെള്ളം കുടിക്കാനായി അവൻ ഒരു ക്യാൻ എടുത്തു. പക്ഷെ ക്യാന് തൊട്ടതും വെള്ളവും സ്വർണ്ണമായി മാറി. അവന്റെ കഴുത്തിലെ മാലയാണ് ഇതിന്റെ കാരണമെന്ന് വിചാരിച്ച് അത് ഊരാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അവര് വീട്ടിലെത്തി ചേട്ടൻ അവന് വാരി കൊടുത്തതും സ്പൂണും ഭക്ഷണവും എല്ലാം സ്വർണ്ണമായി. ഇതറിഞ്ഞ നാട്ടുകാര് എല്ലാ സ്വർണവും കൊള്ളയടിക്കാൻ ഇറങ്ങി. ആ തിരക്കിന്റെ ഇടയിൽ അവൻ അബദ്ധത്തിൽ 2 സഹോദരന്മാരെയും സ്വർണ്ണമാക്കി മാറ്റി. അത് കണ്ട് നാട്ടുകാര് സഹോദരന്മാരെയും കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ അവൻ ഒരു വണ്ടി കണ്ടുപിടിച്ച് എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നാട്ടുകാര് പിന്നാലെ പോന്നു. മറ്റൊരു മാർഗവുമില്ലാതെ അവരൊരു മുൾച്ചെടി സ്വർണ്ണമാക്കി പിന്നിലേക്ക് എറിഞ്ഞു. ഒടുവിൽ അവരൊരു രഹസ്യ ഗോത്ര വിഭാഗത്തിന്റെ അടുത്തെത്തി. അവിടെ ഗോത്ര തലവനോട് ഈ ശപിക്കപ്പെട്ട വരം നീക്കിക്കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ തലവൻ അത് സമ്മതിച്ചില്ല. കാരണം മുമ്പ് ജയിലിൽ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് സഹായിച്ചപ്പോൾ അയാൾ തലവന്റെ മാല മോഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് ഗോത്ര തലവൻ അവന് തൊടുന്നതെല്ലാം സ്വർണ്ണമാകുമെന്ന് ശപിച്ചു. ദേഷ്യപ്പെട്ട് അവൻ ഗോത്രത്തിലെ എല്ലാം സ്വർണ്ണമാക്കാൻ തുടങ്ങി. അതെല്ലാം കണ്ട് നാട്ടുകാർ വീണ്ടും കൊള്ളയ്ക്കായി വന്നു. ഇനി ആ ഗോത്രം കൂടെ നശിച്ചു പോകരുതെന്ന് വിചാരിച്ച് തലവൻ ഒരു മന്ത്രം ചൊല്ലി മാലയുടെ ശക്തി ഒഴിവാക്കി അത് കൊക്കയിലേക്ക് എറിഞ്ഞു. പക്ഷെ ഒരു പട്ടി ആ മാല കഴുത്തിലിട്ട് നടക്കുന്നിടം സ്വർണ്ണമാക്കി ഊരുതണ്ടാൻ പോയി.